ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വാഴത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത ഇനം വാഴകളില്ല, അത്രയ്ക്ക് വാഴകളാണ് ഇവിടെ കേട്ടോ. വാഴയും കൊലയും കൂമ്പും എല്ലാം ഉണ്ട്, നമുക്ക് കിട്ടും. ഇത് ഞങ്ങളുടെ വാനാട് വാഴത്തോട്ടമാണ് കേട്ടോ. നമ്മുടെ വാനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാവേ ആളിനെ. ഇന്ന് നമ്മളെ എല്ലാവരും ഇവിടെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു കൊല ഉണ്ടായിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു കൊലയാണ് പൊന്തൻകായ എന്ന് പറയുന്നത്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന പഴം ഉണ്ടല്ലോ, അതിവിടെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചത്. അങ്ങനെ ഞങ്ങളും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വാനർജേട്ടൻ സമ്മതിക്കുന്നില്ല. വേണ്ട, ഞാൻ തന്നെ ഇത് വെട്ടിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് വെട്ടാൻ വരുന്നത്. പക്ഷേ ഇതെങ്ങനെ വെട്ടും എന്നുള്ളത് ഓർത്ത് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് വാഞ്ചോ ഇത് എന്ത് ഈസി ആയിട്ടാണ് വെട്ടാൻ തുടങ്ങുന്നതെന്ന് കണ്ടോണം ഗൈസ്. ഞങ്ങൾക്കിത് കണ്ടിട്ട് ഈ മനുഷ്യന് ഇത്രയും ഈസി ആയിട്ട് ഇതൊക്കെ വെട്ടിയെടുക്കാൻ എങ്ങനെ പറ്റുന്നു എന്നോർത്ത് ഞങ്ങൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വാഞ്ചോ ഇങ്ങനെ കൊലയൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ എന്നോട് പറയുവാണ്, ഞാൻ പഴയ ജിമ്മാണ്, എനിക്കിതൊക്കെ ഈസിയാണെന്നാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ കൊലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ എത്ര കൊലയുണ്ടായാലും ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് വിൽക്കാറൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാർക്ക് എല്ലാവർക്കും വീതിച്ചിങ്ങനെ തരും. അങ്ങനെ ഞങ്ങൾക്ക് പുട്ടിന് പഴം ആയിട്ടും പിന്നെ തോരൻ വയ്ക്കാൻ കായായിട്ടും കൂമ്പായിട്ടും എല്ലാം ഈ പറമ്പിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് വാഴകളൊക്കെ ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വാനരചേട്ടൻ ഈ ഓരോ കായ്കളും ഇങ്ങനെ എടുക്കുകയാണ്. നമ്മുടെ അയൽക്കാർക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നിടം വരെ ഇനി പുള്ളിക്ക് ഒരു സമാധാനമില്ല. പുള്ളിക്ക് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവർക്കും ഇങ്ങനെ വീതിച്ച് കൊടുത്ത് എല്ലാ വീട്ടിലും ഇതിൻ്റെ ഓരോ ഭാഗം എത്തുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തയ്ക്കാനായിട്ട് വന്ന വിജിക്കും ഒരു കവറിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോളാനെന്ന് പറഞ്ഞ്. അതിനുശേഷം വന്ന് നമ്മുടെ അയൽപക്കത്തുള്ള എല്ലാവർക്കും വീതിച്ചിങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നാളത്തേക്ക് തോരൻ വെക്കാനുള്ള ഒരു സാധനമായല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരുവിധം കൊല തീരുന്നിടം വരെ വാങ്ങിച്ചു വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. അങ്ങനെ നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ കർഷകശ്രീ അവാർഡ് കിട്ടിയത്, അതിൻ്റെ ഞാൻ കാണിക്കാവേ. ദേ കണ്ടോ, ഞങ്ങളുടെ വാനർജേട്ടൻ ഇരിക്കുന്ന കണ്ടോ. അങ്ങനെ ആ അവാർഡൊക്കെ വാങ്ങിച്ച വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് നാട്ടുകാർക്കും കൂടെ ഒരു പ്രയോജനമുള്ള രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. ഇനി ഒരുപാട് വാഴകളിങ്ങനെ വിളയാൻ നിൽപ്പുണ്ട്. അങ്ങനെ ഓരോ കൊലകൾ വെട്ടുമ്പോഴും ഞങ്ങൾ അയൽക്കാർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്നുള്ള ഒരിതിൽ ഞങ്ങൾ ബൈ ബൈ.